ഹായ് ഹലോ. അപ്പം വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെല്ലാവരും കയറി കാണാം. നമ്മുടെ വീട്ടിലുള്ള വെറും 3 സിമ്പിളായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇന്നൊരു മിൽക്ക് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആക്ച്വലി ഞാൻ പുഡിംഗ് ഒന്നും വീട്ടിൽ ഉണ്ടാക്കാത്ത ഒരാളാണ്. പക്ഷേ ഇത് നിസ്സാരമായ ഇൻഗ്രീഡിയൻസ് ആണ്, എല്ലാ വീടുകളിലും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളമൊന്നും ചേർക്കാതെ അടുപ്പിലേക്ക് വെച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും ഒന്നുകൂടെ നമുക്ക് ഉചിതമായത്. അപ്പം അടി പിടിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് പാലൊഴിച്ചു കൊടുത്തു. അതിലേക്ക് പഞ്ചസാര ചേർത്തു. ഞാനിവിടെ എനിക്ക് പഞ്ചസാര ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തു. നിങ്ങളുടെ കൈ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് മധുരത്തിന് ചേർത്താൽ മതി. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നമ്മൾ വാങ്ങിക്കുന്ന കോൺഫ്ലോർ ഇല്ലേ, കോൺഫ്ലോറിൻ്റെ ചെറിയ പാക്കറ്റ് 50 100ൻ്റെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി എടുക്കണം. 1/2 ലിറ്റർ പാലിന്. അത് ഒരല്പം പാലിലോ വെള്ളത്തിലോ കലക്കി അതിലേക്ക് ഒഴിക്കുക. പാല് തിളച്ച് വരുമ്പോഴേക്കും തീ സിമ്മിലിട്ട് ഇതെല്ലാം ചെയ്താൽ മതി, അല്ലെ ഒരു മീഡിയം ഫ്ലെയിമിൽ. ആ കോൺഫ്ലവർ അങ്ങോട്ട് ഒഴിക്കുമ്പോഴേക്കേ നമ്മുടെ മിക്സ് അങ്ങോട്ട് കുറുകി വരും. അത് കുറച്ച് നേരം കൂടെ ഇട്ട് നമുക്ക് മിക്സ് നന്നായിട്ട് ആവശ്യത്തിന് മധുരവും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രം എടുക്കുക, ആ ഒരു ഗ്ലാസ് പ്ലേറ്റ് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളത് എടുക്കുക. അത് സെറ്റാക്കി അതിലേക്ക് ഒരു അല്പം നെയ്യോ ബട്ടറോ തേച്ചതിന് ശേഷം നമ്മുടെ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഫ്രീസറിൽ കയറ്റി വെക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്, വളരെ ഈസി ആയിട്ടുള്ള പുഡിങ് റെഡിയാണ്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്കത് പീസാക്കാം. എൻ്റെ മക്കൾ ധൃതി വെച്ചോണ്ടിരിക്കും അത് മുറുക്കി ഞങ്ങൾക്ക് കഴിക്കണം എന്നുള്ള ഇത്. പിന്നെ അത് മുറിച്ച് അതിനകത്തൊരു ഇച്ചിരി ഡെക്കറേഷന് വേണ്ടി പാൽപ്പൊടിയോ അല്ലെ തേങ്ങാപ്പൊടി കിട്ടത്തില്ല, അതോ ചേർത്താൽ മതി. ഞാനിവിടെ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ടുള്ള നമ്മുടെ മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി മക്കൾക്കെല്ലാം കൊടുക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ സൂൺ.